രാജ്യത്ത് സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ സാധാരണക്കാർക്ക് ആശ്രയമായി വന്നത് BSNL ആയിരുന്നു. പക്ഷേ പലയിടത്തും 4G നെറ്റ്വർക്ക് ലഭിക്കാത്തതും 3Gക്ക് വേണ്ടത്ര സ്പീഡ് ലഭിക്കാത്തതും BSNLിലേക്ക് വരുന്നവരെ ചെറിയ തോതിലെങ്കിലും മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ജൂലൈയിൽ നിരക്ക് വർധനയ്ക്ക് ശേഷം ഉണർന്നു പ്രവർത്തിച്ച BSNL വളരെ വേഗത്തിൽ 4G നെറ്റ്വർക്കുകൾ വ്യാപിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സ് ഒഴുകിയെത്തി. അപ്പോഴും ചോദ്യചിഹ്നമായത് എന്തുകൊണ്ടാണ് BSNL 4G അവതരിപ്പിക്കാൻ ഇത്രമാത്രം വൈകിയതെന്നാണ്. ജിയോയും എയർടെലും 5G ലഭ്യമാക്കി തുടങ്ങിയ സമയത്താണ് BSNL 4G നൽകി വരുന്നത്. അതിൻ്റെ കൃത്യമായ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 4G 5G സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് മാത്രം BSNL ടവറുകൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം എന്നൊരു നിർദ്ദേശമാണ് 4G വൈകാൻ കാരണമായത്. ഇത്തരത്തിൽ സാങ്കേതികവിദ്യ വികസിപ്പിച്ചാൽ ഇന്ത്യയിൽ തന്നെ പരീക്ഷണം നടത്തിയ ശേഷമേ വിദേശ രാജ്യങ്ങളിലേക്ക് അവ നൽകാൻ കഴിയൂ. ഇന്ത്യയുടെ 4G 5G സാങ്കേതികവിദ്യകൾ ആവശ്യപ്പെട്ട് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. എന്നാൽ തദ്ദേശീയമായി ഇവ ടെസ്റ്റ് ചെയ്ത ശേഷമേ കയറ്റുമതി ചെയ്യാൻ സാധിക്കൂ. ഇന്ത്യ വികസിപ്പിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് BSNL ടവറുകളിൽ ടെസ്റ്റിംഗ് പൂർത്തിയായ ശേഷം അവ കയറ്റുമതി ചെയ്യാനാണ് നിലവിലെ പ്ലാൻ. ഇത്തരത്തിൽ ഒരു കയറ്റുമതി പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും 4G സാങ്കേതിക ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ വന്ന കാലതാമസം മൂലം പദ്ധതി വൈകുകയായിരുന്നു. ഏതായാലും 2025 മാർച്ചോടെ 1 ലക്ഷം ടവറുകളിൽ 4G ലഭ്യമാക്കാനാണ് BSNLന്റെ നീക്കം.